വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കരമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് ഇന്ന് തുടക്കം. എക്സീം കാർഗോ സർവീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർണായക നാഴികക്കല്ലായി എക്സീം ചരക്ക് ഗതാഗതം മാറുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. ആ മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ തുറമുഖം നഗരമാക്കി മാറ്റുക എന്നുള്ള സംരംഭത്തിന് കൂടിയുള്ള തുടക്കമായിരിക്കും വിഴിഞ്ഞത്തെ ഈ വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതോടുകൂടി ഉണ്ടാകുക. കേരളത്തിലെ മുഴുവൻ തുറമുഖങ്ങളെയും, ചെറുകിട തുറമുഖങ്ങളെയും വൻകിട തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സംരംഭത്തിന് വിഴിഞ്ഞം അതിൻ്റെ ആസ്ഥാനമായും വിഴിഞ്ഞം ലോകത്തിലേക്കുള്ളതിൻ്റെ കവാടമായും മാറും. സിംഗപ്പൂർ തുറമുഖത്തെയും കൊളംബോ തുറമുഖത്തെയും വെല്ലുന്ന തരത്തിലുള്ളൊരു തുറമുഖം കേരളത്തിന് സ്വന്തമായി ഉണ്ടാകുക എന്നുള്ള മലയാളികളുടെ ദീർഘകാലത്തെ സ്വപ്നം, പതിറ്റാണ്ടുകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുക കൂടെ ചെയ്യുക. റിനു ശ്രീധറാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയറ്റുമതി ഇറക്കുമതി മേഖലയ്ക്ക് വലിയ സാധ്യതകൾ തുറന്നിടുകയാണല്ലേ? തീർച്ചയായും അമൽ, പ്രവിധ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് മൂന്നാം ഘട്ടത്തിലൊക്കെ തന്നെ കടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ കരമാർഗമുള്ള കയറ്റിറക്കുമതി അതിൻ്റെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കുന്നത്. 10:45 മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്, ഈ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്തായാലും കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോവാളും ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ UDF സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള മിഷൻ സമുദ്ര കൂടി ഇന്നിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഉൾനാടൻ ജലഗതാഗതവും അതുപോലെ തന്നെ തീരദേശ ജലഗതാഗതവും ഒക്കെ തന്നെ ഒന്നിച്ചുകൊണ്ട് വ്യവസായ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ്, വ്യവസായ മേഖലയ്ക്ക് മാത്രമല്ല ടൂറിസം മേഖലയ്ക്ക് അടക്കം ഒരു പുത്തൻ ഉണർവ് നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ ഈ മിഷൻ സമുദ്രയെ സംസ്ഥാന സർക്കാർ കാണുന്നത്. കഴിഞ്ഞ ബജറ്റിൽ 400 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനത്ത് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഈ കേരളത്തിൻ്റെ ഒരു ആഗോള മാരിടൈം ഹബ്ബായും പോർട്ട് സിറ്റിയായും ഈ പദ്ധതി മാറുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ആ പദ്ധതിയുടെ കൂടി ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ ഇതൊരു മലയാളികളുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്ന് 10:45 ഔദ്യോഗികമായിട്ടുള്ളതിൻ്റെ ഉദ്ഘാടനം നടക്കുക. റിനു ശ്രീധറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കരമാർഗമുള്ള ചരക്കു ഗതാഗതത്തിന് തുടക്കമാകുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അത് വലിയ ഒരു നാഴികക്കല്ലാണ് കേരളം പിന്നിടുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമൽ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്ര ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.